യോഗത്തിന്റെ അധ്യക്ഷൻ, കർത്താവിന്റെ ദാസന്മാർ, സദസ്സിലുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹാദരം അറിയിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന ചെറിയൊരു ചിഹ്നം നിങ്ങളുമായി പങ്കിട്ട് എന്റെ ഈ ചെറിയ മെസ്സേജിൽ നിന്നും ഞാൻ ഇരിക്കും. നിങ്ങളുടെ ഏവരുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സങ്കീർത്തനം 13 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്, ഞാൻ അവന്റെ പാട്ടുപാടും. സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ആമേൻ. ഇത്ര നല്ല കർത്താവിനെ ആരാധിക്കുന്ന നമ്മളെല്ലാവരും സന്തോഷമുള്ളവരാണ്. ദൈവം ചെയ്ത നന്മകൾ ഒന്നു മാത്രമാണ്. ഈ നല്ല കർത്താവിനെ കണ്ടുമുട്ടുവാനും ജോലി ചെയ്യുവാനും തീരാ രോഗിയായി കിടക്കാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുവാനും വാഹനയാത്രയിൽ അപകടമൊന്നും വരാതെ കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കുവാനും ഇടയായത്. ഒരു നന്മ പോലും അനുഭവിക്കാതെ ഈ കൂട്ടത്തിൽ ആരും ഇരിപ്പില്ല. ഇനി അങ്ങനെയല്ല, കർത്താവ് എനിക്ക് ഒരു നന്മ ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ ഒന്ന് ഓർക്കുക. ഇങ്ങനെ ഇവിടെ ജീവനോടെ വന്നിരിക്കുവാനും അകത്തോട്ട് വലിയ ശ്വാസം പുറത്തോട്ട് വിടുവാനും ഇടയാണെങ്കിൽ ഓർക്കുക, അത് തന്നെ ഏറ്റവും വലിയ. ശത്രു നമ്മളെ വിഴുങ്ങിക്കളയുവാൻ അനുവാദം ചോദിച്ചു നിൽക്കുമ്പോൾ സ്നേഹസമ്പന്നനായ നമ്മുടെ കർത്താവ് ഇന്ദ്രയോളം നമ്മളുടെ കരുപിടിച്ച് നടത്തി. എന്നെ മറന്നുപോയോ എന്ന് ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ ദൈവം തന്നെ മറന്നുപോയത് ദാവീദിന് തോന്നിയപ്പോൾ ദാവീദ് ചോദിച്ചു, എത്രത്തോളം എന്നെ മറക്കും? ചില അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നിരാശ വന്നേക്കാം, ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ദാവീദിനെ പോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ അവൻ നമ്മുടെ സങ്കടങ്ങൾ മാറ്റും. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സങ്കടങ്ങൾ മാറ്റി. എത്രത്തോളം എന്ന് ചോദിച്ചു തുടങ്ങിയവൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ കഷ്ടങ്ങൾ വരും. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, ആ കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ദുഃഖങ്ങൾക്കപ്പുറം ഒരു സന്തോഷം നൽകുവാൻ കർത്താവ് മതിയായവൻ എന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് പ്രത്യാശയോടെയും സന്തോഷത്തോടെയും നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ മെസ്സേജിൽ നിന്നും ഞാൻ താങ്ക് യു.